ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കപ്പയും ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. മുറിച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇച്ചിരി വലിയ കഷ്ണമാണ് വേണ്ടെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വലിയ സൈസിൽ കട്ട് ചെയ്താൽ കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ചെറിയ സൈസിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും വലുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതിനെ ഒരു 3 വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിൽ മതിയാവും ഇത് വെന്ത് റെഡിയായി വരാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച്, അതായത് കപ്പ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും വിധം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ വേവിക്കാം. ഇപ്പോൾ ഞാൻ ഇതിനെ ഒരു 2 പ്രാവശ്യം വേവിച്ചെടുക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതിനെ ഊറ്റിക്കളഞ്ഞ് അടുത്ത വെള്ളം ഒഴിച്ച് ഞാനതിനെ വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ചെടുത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതിനെ നമുക്കാണെങ്കിൽ ഈ വെള്ളം ഊറ്റിക്കളയാം. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായിരിക്കുകയാണ്. അടുത്തിനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് എണ്ണ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, അതുപോലെ തന്നെ സവാള 5 എണ്ണം അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് 1, ടൊമാറ്റോ 1, വേപ്പില 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും, പിന്നെ ഒരു മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇവയൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറണ വരെ വഴറ്റണം. ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയാണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കാണെങ്കിൽ കറിക്കൊരു നല്ല ടേസ്റ്റ് കൂടണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. അതായത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഇച്ചിരി നന്നായിട്ട് കൂടും. നമ്മളെ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഞാനിപ്പോൾ ആഡ് ചെയ്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കറിക്ക് നല്ല സ്വാദ് കൂട്ടാൻ വേണ്ടി ചിക്കൻ മസാല ഞാൻ ഇപ്പോൾ ഇടുകയാണ്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഒന്ന് വെന്ത് വരണം.
ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ചിക്കനെല്ലാം ഞാൻ ഈ പൊടികളിലെല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണത്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഓക്കെ, ബൈ.